നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത തലങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. ഒരു രാജ്യത്ത് ഒരു ഭരണഘടനയുടെ കീഴിൽ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ എന്നൊരു ചോദ്യം നൈതികമായും ധാർമ്മികമായും മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും ജനിക്കുന്ന വീടിന് സമീപമുള്ള തൊട്ടടുത്തുള്ള പൊതുവിദ്യാലയത്തിലേക്ക് പഠിക്കുന്നില്ല എന്ന ചോദ്യവും വളരെ പ്രധാനമാണ്. എന്നാൽ പൊതുവിദ്യാലയം പോലെ തന്നെ ഗവൺമെൻറ് വിദ്യാലയം പോലെ തന്നെ CBSE ഉണ്ട്, ICSE ഉണ്ട്. അങ്ങനെ വിവിധ സിലബസുകളാണ്. പല സ്റ്റേറ്റുകളിലും പലതരത്തിലുള്ള സിലബസുകളാണ്. അതിന് പുറമെയായി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ സർക്കാർ സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകൾ. സർക്കാരിൻ്റെ ശമ്പളം, അതായത് സ്റ്റാഫിന് അധ്യാപകർക്കൊക്കെ സർക്കാർ ശമ്പളം കൊടുക്കുകയും ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളും ലോജിസ്റ്റിക്കും എല്ലാം മാനേജ്മെൻറ്റ് മുടക്കുകയും ചെയ്യുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. അങ്ങനെ നല്ലൊരു ശതമാനം സ്കൂളുകൾ കേരളത്തിലുണ്ട്. അത് കഴിഞ്ഞാലാണ് സെൽഫ് ഫിനാൻസിങ് പോലെ മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നറിയുന്നത്. അത് മോശമല്ല കേരളത്തിൽ. പ്രത്യേകിച്ച് CBSE സിലബസ് അനുസരിച്ച് ആയിരക്കണക്കിന് സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ICSE സ്കൂളുകളുടെ സിലബസ് അനുസരിച്ചും കുറേ അധികം സ്കൂളുകൾ ഉണ്ട്. ഇതിൽ നല്ലൊരു വിഭാഗം സ്കൂളുകൾ നടത്തുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. പിന്നെ മുസ്ലിം മാനേജ്മെൻറ്റിന് കുറേ സ്കൂളുകളുണ്ട്. പിന്നെ ട്രസ്റ്റുകൾക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്. പിന്നെ ഹിന്ദു മാനേജ്മെൻറ്റിനും ഇങ്ങനെ CBSE സ്കൂളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളിൽ ആ സ്കൂളുകളുടെയൊക്കെ ഒരു പ്രത്യേകത, സവിശേഷത, അവരുടെ സ്കൂളുകളിൽ എന്ത് യൂണിഫോം വേണം. സിലബസ് ഏകീകൃതമായിരിക്കും. കാര്യം CBSE ആണെങ്കിൽ CBSE, കാര്യമെങ്കിൽ ബോർഡ് എക്സാം എഴുതാൻ കഴിയുള്ളൂ. ICSE ആണെങ്കിൽ ICSE, സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്. പക്ഷെ മറ്റു കാര്യങ്ങൾ, അവരുടെ സമയക്രമം, യൂണിഫോം, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഓരോ സ്കൂളും തനതായിട്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തനതായിട്ട് തീരുമാനിക്കുന്നത് കൊണ്ടാണ് ചില CBSE സ്കൂളുകളിൽ, ICSE സ്കൂളുകളിൽ വലിയ തിരക്കും ചിലയിടത്ത് കുട്ടികളുടെ എണ്ണം കുറവുമുള്ളത്. അതുകൊണ്ടാണ്. കാരണം മാതാപിതാക്കൾക്കൊരു ചോയ്സിനൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ തൻ്റെ കുട്ടിയെ, തൻ്റെ മകളായാലും മകനായാലും എവിടെ പഠിപ്പിക്കണം, ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. കുറച്ച് സാമ്പത്തികമുള്ളവരൊക്കെ CBSE ICSE സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാറുമുണ്ട്. അപ്പോൾ അതിനെ തല്ലി തകർത്ത്, അടിച്ച് തകർത്ത്, പെരുപ്പിച്ചില്ലാതാക്കാതെ എന്നതിന് പകരം സർക്കാർ സ്കൂളുകളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാർ സ്കൂളുകളിലേക്ക് തന്നെ കുട്ടികളെ അയക്കും ആളുകൾ. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇംഗ്ലീഷിനൊക്കെ പ്രാധാന്യം കിട്ടുന്ന കാര്യം, പുതിയ കാലഘട്ടത്ത് ഇംഗ്ലീഷിനൊക്കെ വലിയ പ്രാധാന്യം കിട്ടുന്ന പുതിയ കാലമായതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ കൂടുതൽ പഠിക്കുന്ന, ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. പിന്നെ പൊങ്ങച്ചത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ, ഇപ്പോൾ സ്കൂൾ ബസ്സൊക്കെ എല്ലായിടത്തും ഉണ്ട്, യൂണിഫോമൊക്കെ എല്ലാ സ്ഥലത്തുമുണ്ട്, ഭക്ഷണമുണ്ട്. അതുകൊണ്ട് അതൊരു കൗതുകമല്ല. പക്ഷേ എങ്കിലും CBSE ICSE സ്കൂളുകളിൽ ഇപ്പോഴും വ്യാപകമായി കുട്ടികളെ അയക്കുന്നു. ഞാനിത് പറഞ്ഞു വരുന്നത് കൊച്ചിയിലെ കോൺവെൻറ്റ് പോലെ നടത്തുന്ന, കന്യാസ്ത്രീകൾ മാനേജ്മെൻറ്റായി നടത്തുന്ന, അല്ലെങ്കിൽ പ്രിൻസിപ്പളും അതുപോലുള്ള ആളുകളായി നടത്തുന്ന കൊച്ചിയിലെ ഒരു സ്കൂളിൽ, ഞാൻ സ്കൂളിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച് ഒരു വിവാദമുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചാനൽ വഴി ആ ഒരു വാർത്ത പോകാൻ. കൊച്ചിയിലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന, കന്യാസ്ത്രീകളൊക്കെ നടത്തുന്ന സ്കൂളിൽ ഒരു ഹിജാബ് വിഷയം വന്നിട്ടുണ്ട്. ഈ തലയിൽ കൂടി മുസ്ലിം കുട്ടികൾ തട്ട വിട്ടുകൊണ്ട് പോകുന്നതാണ് വിഷയം. പക്ഷേ അവിടെ 150ഓളം കൂടുതൽ പഠിക്കുന്നത് ഹിന്ദു കുട്ടികളും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിലെ കുട്ടികളും ക്രിസ്ത്യൻ സമുദായത്തിലെ കുട്ടികളുമാണ് ആ സ്കൂളിൽ. പക്ഷേ 150ഓളം 140-ൽ പരം മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡയറിയിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് യൂണിഫോം ഏത് കളറാണ്, അത് എന്ത് പാറ്റേൺ ആണ്. അപ്പോൾ പാൻറ്റ്, ഷർട്ട്, ഇങ്ങനെ കോട്ട് എന്നൊക്കെ പറയുന്ന ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട്. ആൺകുട്ടികൾക്ക് ഓരോ നിറമാണ്, പെൺകുട്ടികൾക്ക് ഒരു നിറമാണ്. മിക്കവാറും ആ യൂണിഫോം കോമണായി തുണി വാങ്ങി സ്കൂളിൻ്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് തന്നെ അത് കിട്ടുകയും ചെയ്യും. പുറത്തുനിന്ന് അത് ആരും വാങ്ങാറുമില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ബുക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ ആ യൂണിഫോമിൻ്റെ ഡ്രസ്സും വാങ്ങി, മെറ്റീരിയലും വാങ്ങി കടയിൽ കൊടുത്ത് തയ്ക്കുകയാണ്. ഇനി ചില സ്കൂളുകളാണെങ്കിൽ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്, അവർ തന്നെ ടൈലർമാരെ ഏർപ്പാടൊക്കെ കൊടുക്കും. അപ്പോൾ പുറത്ത് പോയി തയ്ക്കുക പോലും വേണ്ട, അവിടെ പോയി കുട്ടികളുടെ അളവ് കൊടുത്താൽ മതി, അവർ തന്നെ തച്ച് റെഡിയാക്കി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുള്ള സമയത്ത് അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ആ സ്കൂൾ മാനേജ്മെൻറ്റിനാണ്. അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. മാത്രമല്ല അവർ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എന്തിനാണ് ഒരു മുസ്ലിം പിതാവ് ഒരു മുസ്ലിം കുട്ടിയെ, തൻ്റെ മകളെ അവിടെ അയക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, 140 മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു കാണുമല്ലോ, ഈ സ്കൂളിൻ്റെ യൂണിഫോം ഇതാണ്, ഈ സ്കൂളിൻ്റെ രീതികൾ ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കാണുമല്ലോ. അങ്ങനെ രീതികൾ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഒരു പിതാവ് മകളെ അയക്കുകയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം സ്കൂൾ യൂണിഫോം തന്നെ ഇട്ടയക്കുകയും ഒരു ദിവസം ഹിജാബ് ഇട്ടയക്കുകയും അത് സ്കൂളുകാർ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ പോയി ബഹളമുണ്ടാക്കി അതിനെ ബുദ്ധിമുട്ടിച്ച് അവിടെ പോയി പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്
വളരെ കൃത്യമായും ഒരു രാഷ്ട്രീയം കൂടിയാണ് എന്ന്, ഒരു നാട്ടിലൊരു മതസ്പർദ്ധയും കൂടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. കാരണം ആ സ്കൂൾ നടത്തുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്, ഹിജാബ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത് ഒരു മുസ്ലിം കുട്ടിയാണ്. ആ കുട്ടിയെ എന്തിനാണ് ഇങ്ങനെ കരുവാക്കുന്നത്? മുതിർന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, കോളേജിലാണെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ആളാണ്. ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ കരുവാക്കി അതിനെ ഹിജാബ് ഇടാൻ പറ്റുന്ന ആയിരക്കണക്കിന് വേറെ സ്കൂളുകൾ കാണും. ആ സ്കൂളുകളിലേക്ക് അയക്കുക, ഇവിടെ തന്നെ അയക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ് മാതാപിതാക്കൾ. എത്ര സ്കൂളുകളുണ്ട് കേരളത്തിൽ? ആ പറയുന്ന സ്ഥലത്ത് തന്നെ, കൊച്ചിയാകുമ്പോൾ പിന്നെ എറണാകുളമൊക്കെ ആകുമ്പോൾ സ്കൂളുകളുടെ പ്രളയമല്ലേ. അപ്പോൾ ആ കുട്ടികളെ എന്തുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകുന്നില്ല? അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ അങ്ങനെ പറ്റുന്ന സ്കൂളുകളിലേക്ക് തന്നെ മാറ്റാം, അവർക്കും സഹായിക്കും. പക്ഷേ അതിനപ്പുറം സ്കൂളിൽ പോയി ബഹളമുണ്ടാക്കുക, അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ബഹളമുണ്ടാക്കുക, പിന്നെ നിരോധിക്കപ്പെട്ട സംഘടനകൾ വന്ന് ബഹളമുണ്ടാക്കുക, തീവ്രവാദ സംഘടനകൾ വരുന്നു എന്ന് വാർത്ത വരിക, ഇതൊരു നല്ല ശീലമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഇതിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ആവശ്യമുണ്ട്. എന്താണ് അമിക്കബിൾ സെറ്റിൽമെൻറ്റ്? സ്കൂളിൻ്റെ യൂണിഫോം ചിട്ടകളും എന്ത് വേണമെന്ന് ഒരു ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സ്കൂളിന് തീരുമാനിക്കാം. അതിൽ ഇടപെടാൻ കഴിയില്ല. അങ്ങനെ ഉള്ളവർ ആ സ്കൂളിൽ പോയാൽ മതി. ചുമന്ന യൂണിഫോമുള്ള സ്കൂളുണ്ട്, പച്ചയുള്ളതുണ്ട്, മഞ്ഞയുള്ളതുണ്ട്, വെള്ളയുണ്ട്, കറുപ്പുണ്ട്, പാൻ്റ് ഉള്ളതുണ്ട്, സ്കർട്ടുള്ളതുണ്ട്, ഓവർകോട്ട് ഉള്ളതുണ്ട്, ടീച്ചർമാർക്ക് ഓവർകോട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ടീച്ചർമാർക്ക് സാരി മാത്രമേ ഉടുക്കാൻ പറ്റുള്ള സ്ഥലങ്ങളുണ്ട്, ടീച്ചർമാർക്ക് സാരിക്ക് യൂണിഫോം പോലത്തെ കളറുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ ധാരാളമായി സ്കൂളുകളിൽ കേരളത്തിൽ പ്രഭാഷണത്തിനും ചർച്ചയ്ക്കും ക്ലാസ്സുകൾക്കും മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കും പോകുന്ന ആളാണ്. NS നാഷണൽ സർവീസ് സ്കീമിൻ്റെയും SPCയുടെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെയും പരിപാടികൾ, അതുപോലെ നല്ല പാഠം, സീഡ് പോലുള്ള പ്രമുഖ മാതൃഭൂമിയുടെയും മനോരമയുടെയൊക്കെ മലയാള മനോരമയുടെയൊക്കെ പത്രങ്ങളുടെയൊക്കെ പരിപാടികൾക്കെല്ലാം ഞാൻ പല രൂപത്തിൽ സ്കൂളുകളിലൊക്കെ പോവുകയും എനിക്ക് ധാരാളം സ്കൂളുകൾ ഒരു വർഷം വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന ആളാണ്. അപ്പോൾ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പല പരിപാടി, അപ്പോൾ പല സ്കൂളുകളും പല തരമാണ്. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ തന്നെ പല ചിട്ടകളുമുണ്ട്. ചില സ്കൂളുകളിൽ വളരെ മാതൃകാപരമായ ചിട്ടയിലൂടെയാണ് സർക്കാർ സ്കൂളും പോകുന്നത്, ചില സ്ഥലം അങ്ങനെയല്ല, ഒരു നോർമലായി പ്രോട്ടോക്കോൾ അനുസരിച്ച് പോകും. അപ്പോൾ ഇത് ഉണ്ട് ഇവിടെ. അപ്പോൾ ഉള്ളപ്പോൾ എന്തിനാണ് ഒരു വിവാദമുണ്ടാക്കുന്നത്? ആ പെൺകുട്ടി തൻ്റെ കുട്ടിയെ അവിടെ അവരുടെ ചിട്ടകൾക്കനുസരിച്ച് അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, മറ്റൊരു സ്കൂളിൽ കൊണ്ടേ പഠിപ്പിക്കുക. ഇതല്ലേ ആ പിതാവ് ചെയ്യേണ്ടത്? അത് ആ കുട്ടിയോട് ചെയ്യേണ്ട ഒരു നീതിയും കൂടെയാണ്, അല്ലാതെ സ്കൂളിനെ വെല്ലുവിളിക്കലല്ല. അവിടെ ഇപ്പോൾ 2 ദിവസം സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. എത്ര മാനസിക പ്രശ്നമാണ് അതിൻ്റെ മാനേജ്മെൻറ്റിനും അവിടുത്തെ രക്ഷിതാക്കൾക്കും അവിടുത്തെ കുട്ടികൾക്കും ഉള്ളത്. അപ്പോൾ ഒരു കുട്ടിയും അയാളുടെ പിതാവും പിന്നെ ചാനലിൽ വന്ന അദ്ദേഹം പിതാവ് ന്യായീകരിക്കുകയാണ്. അവർ കന്യാസ്ത്രീകൾ അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ ഹിജാബ് ഇട്ട കുട്ടിയെ കുറ്റം പറഞ്ഞു. കന്യാസ്ത്രീയുടെ വസ്ത്രം എന്ന് പറയുന്നത് അവർ സ്വാഭാവിക ഗൃഹസ്ഥാശ്രമ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പോലെ ഉള്ളതിൽ പോയവരാണ് കന്യാസ്ത്രീകൾ. അപ്പോൾ അവർക്ക് ആ വസ്ത്രം ധരിച്ചേ പറ്റൂ. അത് അവരുടെ വസ്ത്രം എന്ന് പറയുന്നത്, അവർക്ക് ആ വസ്ത്രം ധരിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി അവർ കോളേജിൽ പോയി പഠിക്കുകയാണെങ്കിൽ, ആ കോളേജിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ, അവർ സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കിൽ ആ സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തല്ലേ പറ്റൂ. കന്യാസ്ത്രീകൾ ഡോക്ടറായാൽ കോട്ടിട്ടല്ലേ പറ്റൂ, കന്യാസ്ത്രീകൾ വക്കീലായാൽ കോട്ടിട്ടല്ലേ പറ്റൂ. അപ്പോൾ അവരത് അങ്ങനെ പോകുന്നവരല്ല, ഭൗതിക ജീവിതത്തിൽ പോകുന്നവരല്ല, അത് ഉപേക്ഷിച്ചവരാണ്. അതുകൊണ്ട് അവരുമായി കമ്പയർ ചെയ്യുന്നതിലൊന്നും ഈ രക്ഷാകർത്താവെ ഒരു കാര്യമില്ല. ഇത് വളരെ കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്യരുത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ടുള്ള കുട്ടികൾ അവിടെ വരികയും ചേരുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത്. പക്ഷെ അതിനപ്പുറമുള്ള തീ കൊണ്ടുള്ള തലചൊറിയൽ നല്ലതല്ല. അതുകൊണ്ട് വളരെ സംയമനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ശിവൻകുട്ടി മന്ത്രിയുടെ പ്രസ്താവന വളരെ പക്വതയുള്ളൊരു പ്രസ്താവനയാണ്. ഇഷ്ടമുള്ളത് ആളുകൾക്ക് ധരിക്കാം. പക്ഷേ സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ പറയുന്ന, അവരുണ്ടാക്കിയ പ്രോട്ടോക്കോളും കാര്യങ്ങളും പാലിച്ചേ കഴിയൂ. അല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്.